ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. കാണിച്ച് ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ? ആരും കാണാനില്ല, എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കൂടെ? പൊന്നോ എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു ഇന്റർവ്യൂലാണ് ഞാൻ കാലം നീ വന്നപ്പോ തുടങ്ങി എനിക്ക് ഇച്ചിരി ഒരു എല്ല് കൂടുതൽ എടുക്കും. അങ്ങനെയൊക്കെ വഴിയില്ലോ. ആ കാസ്റ്റിംഗ് കൗച്ച് ഞാനിപ്പോ എടുത്തിരുന്നെങ്കിൽ നയൻതാര ഒന്നുമല്ല, വേറെ ഞാനും മേളിക്ക് ലെവലായി പോകുന്നു. കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമാ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ്. അതിനൊന്നും ഇല്ലേ? ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ? എനിക്കും എന്റെ ഫാമിലിക്കും ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇത്രയും വരെ എൻ്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി കൊണ്ടുവരാം എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എൻ്റെ മക്കളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊണ ആൻസറാ. നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പരിധിയുണ്ട്. കുറെ നേരം കിടന്ന് കണാന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഒരു ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട്. നിങ്ങൾ തന്നെയാണോ പറഞ്ഞ വലിയ സോഷ്യൽ മീഡിയ താരമാണെന്ന് പറഞ്ഞു. താരത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ചോദിച്ചത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ദേഷ്യം ഞാൻ മോന്തയടിച്ച് ഞാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോണ്ട് വന്നിട്ട് മേലാക്കി പിടിച്ചോണ്ടല്ലോ. കേട്ടിട്ട് ഇവരുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ. ഇരിക്കമ്മാവാ, ഇത്തിരി ധൃതിയുണ്ട്.